ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? നല്ല പഴുത്ത തക്കാളി കിട്ടി. അപ്പൊ കുറച്ച് കച്ചപ്പ് ഉണ്ടാക്കി വെക്കാം. ഈ സമയത്ത് ഇനിയിപ്പോ കുഞ്ഞുങ്ങൾക്ക് എന്തിന്റെ കൂടെയും കച്ചപ്പ് വേണ്ടി വരും അല്ലെ? ഇവർക്ക് കട്ട്ലേറ്റ് കഴിക്കാനും ഇപ്പൊ പപ്സ് കഴിക്കാനും എല്ലാത്തിനും. അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയും കൊടുത്താൽ വലിയ കുഴപ്പമില്ലാത്ത അങ്ങ് ഉണ്ടാക്കി കഴിച്ചോളൂല്ലോ കുഞ്ഞുങ്ങൾ. അപ്പൊ എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. വായോ. 1.5 കിലോ തക്കാളി ഉണ്ട് കേട്ടോ. അത് നമ്മൾ നന്നായിട്ട് കഴുകി അതിന്റെ ഞെടുമ്പൊക്കെ കളഞ്ഞ് അരിഞ്ഞു വെച്ചതാണ്. അത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പാനിലും ഉണ്ടാക്കാവേ, പക്ഷെ ഇതിനകത്ത് ഇട്ട് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ, വെന്ത് അരിച്ചെടുക്കുമ്പോൾ അതിന്റെ ഒന്നും ഇതാവത്തില്ല. ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നതിനറിയോ? ഒരു 4-5 അല്ലി വെളുത്തുള്ളി, ഒരു സവോള, ഒരു ചെറിയ സവോള അരിഞ്ഞത്, ഒരു 3 ഗ്രാമ്പു, ഒരു കഷ്ണം കറുവപ്പട്ട, ഒരു 1/4 സ്പൂൺ കുരുമുളക്, കൂടെ ഇട്ടാലും കുഴപ്പമില്ല. കുറച്ച് വെള്ളം, 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുള്ള. സ്റ്റൗ ഒക്കെ ഓൺ ചെയ്യുക. ഇത് ഒരു 3 വിസിൽ 4 വിസിൽ വന്നോട്ടെ, നന്നായിട്ട് വെന്തോട്ടെ. അപ്പോൾ അടച്ചു വെച്ചങ്ങ് വേവിക്കാം. നമുക്കേ കുക്കറൊന്ന് തുറന്നു നോക്കണ്ടേ? ഇതാ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇതാ നമ്മുടെ പട്ടയില്ലേ, പട്ടയും ഗ്രാമ്പും ഒക്കെ നമുക്കൊന്ന് എടുത്ത് കളഞ്ഞേക്കാവേ. ഇനി ഇത് തണുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരിച്ചെടുത്തോണ്ട് വരാം. തക്കാളി എല്ലാം നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരിച്ച് കൊണ്ടുവന്ന പൾപ്പാണിത് കേട്ടോ. അത് നമുക്കൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാവേ. മുളക് പൊടി, കാശ്മീരി മുളക് പൊടി തന്നെ വേണം കേട്ടോ, അല്ലെ കളറ് കിട്ടത്തില്ല. തിളച്ച് വന്നപ്പോഴത്തേനും നമുക്ക് പാകത്തിനുള്ള കാശ്മീരി മുളക് പൊടി ചേർക്കണം കേട്ടോ. നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞുങ്ങളുടെ എരിവിന് പാകത്തിന്, പിന്നെ കളറിന് പാകത്തിന്. ഞാൻ എന്തായാലും ഇപ്പം 2 സ്പൂൺ ഇട്ടേ, ചെറിയ സ്പൂണിന് 2 സ്പൂൺ. അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാര, ഒരു 1.5 സ്പൂൺ പഞ്ചസാര, പാകത്തിന് ഉപ്പ്. ഇത് നന്നായിട്ട് തിളച്ച് എല്ലാം വന്നതിന് ശേഷം മാത്രം നമുക്ക് നാരങ്ങാനീര് അല്ലെങ്കിൽ വിനാഗിരിയാണ് നല്ലത്. വിനാഗിരി ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നാരങ്ങാനീര് ചേർക്കാം. നല്ലപോലെ തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിനകത്തോട്ട് 1 സ്പൂൺ വിനാഗിരി ഒഴിച്ച്, ഇനി ഇതൊന്നും കൂടെ ഒന്ന് നമ്മുടെ ആ സോസിന്റെ ഒരു കൺസിസ്റ്റൻസി ഇല്ലേ, അതാവുമ്പോൾ ഓഫ് ചെയ്യുക. എന്നിട്ട് തണുത്ത് കഴിയുമ്പോൾ ചില്ല് ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. അത് കുഞ്ഞുങ്ങളൊക്കെ ഇഷ്ടം പോലെ എടുത്ത് കഴിച്ചോട്ടെ അല്ലേ. നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയില്ലേ, ഒരു കേടുമില്ലല്ലോ. കണ്ടോ? അത് ഒരു പ്ലേറ്റിൽ ഇങ്ങനെ ഒഴിച്ച് നോക്കിയിട്ട് നമുക്കറിയാൻ പറ്റും അപ്പം നമ്മുടെ ആ സോസിന്റെ കൺസിസ്റ്റൻസി ഒക്കെ. കണ്ടോ? ഇതിനി ഒന്നും കൂടെ ഇരുന്ന് കുറുകും കേട്ടോ. അപ്പം ഈ ഒരു പരുവത്തിൽ നമ്മൾ ഓഫ് ചെയ്ത് തണുത്ത് കഴിഞ്ഞ് ബോട്ടിലാക്കുക. ഇനി നമുക്കില്ലേ ഇതിന്റെ ടേസ്റ്റ് ഒക്കെ ഒന്ന് നോക്കണം കേട്ടോ. സംഭവം റെഡി ആയിട്ടുണ്ട്. ഇത് തണുത്ത് കഴിയുമ്പോൾ നമ്മുടെ എല്ലാം ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമുക്ക് എന്താ പറയാ, നമ്മുടെ വീട്ടിൽ തന്നെ കേടില്ലാത്ത കച്ചപ്പൊക്കെ ഉണ്ടാക്കി കൊടുത്തതല്ലേ അല്ലേ. അപ്പം ഇതിനി തണുക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുവാണ്. അല്ലെങ്കിൽ ഞാൻ ചില്ലൂപ്പി ഇട്ട് കാണിച്ചു തരാം. തണുത്ത് കഴിഞ്ഞിട്ടേ വെക്കാൻ പറ്റുള്ളൂ. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.